എന്നാലും കർത്താവിന് മാത്രമേ സൗഖ്യം കൊടുക്കുവാൻ കഴിയുള്ളൂ. വിശ്വാസത്തോടെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലെ പാസ്റ്റർ ഏബ്രഹാം ഷാജി അവർ വന്നിട്ടുണ്ട്. IPC പൊൻകുന്നം സെൻറ്ററിൻ്റെ സെൻട്രൽ മിനിസ്റ്ററാണ്. കഴിഞ്ഞ വീക്കെൻഡ് ഇവിടെ നടന്ന ഒരു കൺവെൻഷനിൽ ഗസ്റ്റായിട്ട് താൻ വന്നിരിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലായിരിക്കും. നമുക്ക് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ കാതുകളെ തുറക്കാം, ഹൃദയങ്ങളെ തുറക്കാം. ദൈവദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ബഹുമാനവും സ്തുതിയും സ്തോത്രവും ആരാധനയും മഹാദൈവത്തിന് അർപ്പിക്കുന്നു. ആദരണീയനായ പാസ്റ്റർ ജോസ് മേമന, ബഹുമാന്യരായ പല ദൈവദാസന്മാരിവിടെയുണ്ട്. എൻ്റെ സ്നേഹിതൻ കുമ്പനാട് ഒക്കെ ഞങ്ങൾ ഒത്തിരി കറങ്ങി നടന്ന ജിനു കടപ്പറ തുടങ്ങി പല സീനിയർ പാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷവും ഞങ്ങളുടെ നാട്ടിൽ വന്ന് ദൈവവചനം പ്രഘോഷിച്ച പാസ്റ്റർ KV എബ്രഹാം, പ്രഗത്ഭരായ പല ദൈവദാസന്മാർ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൊരു വേദിയാണിത്. പാസ്റ്റർ M. സാമുവൽ, പാസ്റ്റർ ജോൺ ദാനിയേൽ, അങ്ങനെ നിരവധി ആളുകൾ ശുശ്രൂഷിച്ച ഈ വേദിയിൽ എനിക്കൊരവസരം അനുവദിച്ച പാസ്റ്റർ സാബു വർഗീസ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ ഫേബ, ഞാൻ തൊട്ടു മുമ്പ് ഒടുവിൽ സഭാ ശുശ്രൂഷകനായിരുന്ന കൊറിയന്നൂർ സഭ മെമ്പർ ലോകപ്രസിദ്ധ സുവിശേഷകൻ സാജു മാത്യുവിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ ജെസ്സി സാജുവിൻ്റെ സഹോദരിയാണ് ആ ദൈവദാസി. നിങ്ങളെല്ലാവരെയും ഞാൻ ഒരുമിച്ച്, ഇവിടെ മുഖപരിചയമുള്ളവരും ഇല്ലാത്തവരുമായ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരെയും ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇപ്പം തന്നെ എൻ്റെ 2 മിനിറ്റ് പോയി. കറക്റ്റ് സമയമാകുമ്പം പാസ്റ്റർ മേമനെ എൻ്റെ ഉടുപ്പിൻ്റെ അറ്റത്ത് പിടിക്കും എന്നതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞ് നീട്ടുന്നില്ല. കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സന്തോഷമുണ്ടെങ്കിൽ എന്നോട് ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ശബ്ദമുയർത്തി സ്തുതി പറയാം. മുപ്പത്തിയഞ്ച് വർഷം ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭയുടെ സഭാ ശുശ്രൂഷകനായി വിവിധ പ്രാദേശിക സഭകളിൽ സേവനമനുഷ്ഠിച്ചു. പാഴ്സനേജുകളിൽ ജീവിച്ചു. 2022 ഒടുവിൽ 4 നൂറ്റാണ്ട് കുമ്പനാട് സെൻറ്ററിലെ ലോക്കൽ സഭകൾ പാസ്റ്ററായിരിക്കുമ്പോഴാണ് 2021 ഒടുവിൽ സെൻട്രൽ പാസ്റ്റർ ആകാനുള്ളൊരു വിളി കിട്ടിയത്. IPCയിലെ ഏറ്റവും ചെറിയ സെൻറ്റർ പൊൻകുന്നം എന്ന് പറഞ്ഞാൽ 6 ചെറിയ പ്രവർത്തനങ്ങളുള്ള ഒരു സെൻറ്ററിൽ എന്നെ സെൻട്രൽ പാസ്റ്ററാക്കി അപ്ഗ്രേഡ് ചെയ്തു. സന്തോഷത്തോടെ ഏറ്റെടുത്തു. കുമ്പനാട് സെൻറ്ററിലെ നല്ല പാഴ്സനേജുകൾ താമസിച്ച് നല്ല ശമ്പളമൊക്കെ പറ്റിക്കൊണ്ടിരുന്ന ഞാൻ അത് വിട്ടേച്ച് 2022 മുതൽ പൊൻകുന്നത്ത് പാസ്റ്റർ KV എബ്രഹാമിനെ അറിയാം ഞങ്ങളുടെ നാടിനെക്കുറിച്ച്. അവിടെ കഠിനാധ്വാനം ചെയ്യുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു സെൻ്ററാണ്. അവിടെ അവരുടെ മധ്യേ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. വളരെ സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൃപയാൽ ദൈവം ഞങ്ങളെ നടത്തുന്നു. വളരെ സന്തോഷമാണ്. ദൈവം ഇതുവരെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അത്രയും പറഞ്ഞപ്പോൾ എൻ്റെ സാക്ഷ്യം പൂർണ്ണമായില്ലെന്ന് തോന്നുന്നു. 1-2 കാര്യം കൂടെ പറയാം. ഞാൻ വളരെ നല്ല നിലയിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 കടുത്ത പരീക്ഷകൾ എനിക്ക് നേരിടേണ്ടി വന്നു. ഒന്ന്, 2006 എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം എന്നെ പിടിച്ചു. എൻ്റെ തലച്ചോറിനെ അത് വല്ലാതെ ബാധിച്ചു. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ എൻ്റെ ഓർമ്മശക്തി പൂർണ്ണമായും വാഷ് ഔട്ടായി.
രാവിലെ എൻ്റെ ഭാര്യ എന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് കട്ടിലേൽ ഇങ്ങനെ ഇരുത്തി എന്തൊക്കെയോ സംസാരിച്ചു. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മകൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ചോദിച്ചു, ഈ കൊച്ചേതാന്ന്? ആ ഒരവസ്ഥയിൽ ദൈവം എന്നെ എത്തിച്ചു. അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വചനഗ്രാഹ്യം ഉൾപ്പെടെ പലതും നഷ്ടമായി. അന്നെനിക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ എൻ്റെ കുടുംബം, എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കർത്താവ് എന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഈ അവസ്ഥയിൽ നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നു. എന്നോട് ചേർന്ന് ഒരു സ്തോത്രം പറയാമോ? നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. സമാന അസുഖം ബാധിച്ച പലരും ഭൂമുഖത്തില്ല. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് എന്നെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വം ഓർക്കുമ്പോൾ സ്തോത്രം പറയാതിരിക്കാൻ കഴിയില്ല. ഇനി 2 പരീക്ഷ കൂടെ പറയാം പെട്ടെന്നുള്ള സമയത്തിനകത്ത്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെട്ട എൻ്റെ സമുദായം എന്നെ പുറത്താക്കി. സാങ്കേതികമായി പുറത്താക്കി. എനിക്കെതിരെ രേഖ എഴുതി. വലിയ പ്രശ്നമായി. ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ല. എങ്ങോട്ട് പോകണം എന്ന് പറയാഞ്ഞത് കൊണ്ട് അതറിയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് നിന്നു. അങ്ങനെ ഇരുന്നിരുന്ന ആ ഒരു സഭയിൽ 15 കൊല്ലം ഇരിക്കേണ്ടി വന്നു. 2006 അത് സംഭവിച്ചത്. 2013 നിങ്ങൾ വായിച്ചിട്ടില്ലേ? രേഖ തിരുത്തി എഴുതുന്ന ദൈവം. എനിക്കെതിരെ ഏത് കൈപ്പട കൊണ്ട് ഒപ്പുവെച്ചോ അദ്ദേഹം എനിക്ക് അനുകൂലമായി എനിക്ക് തിരിച്ച് രേഖ എഴുതി എന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സഹപ്രവർത്തകനായി കൂടെ നിർത്തി. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വിരോധമായി ഒരു രേഖ എഴുതിയാൽ അതേത് ഉന്നതൻ എഴുതിയതായാലും ആ കൈകൾ കൊണ്ട് തിരുത്താൻ കഴിയുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ദാനിയേൽ അറിയാമല്ലോ. വിശ്വസിക്കുന്നോ? ഒന്ന് സ്തോത്രം പറയാമോ? പ്രൈസ് ഗോഡ്. ഇതെൻ്റെ അനുഭവം കേട്ടോ. അതത്രയും പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. തീർന്നില്ല. 2013 വീണ്ടും പിടിച്ചു. അത് ഹൃദയാഘാതം എന്ന വില്ലനായിരുന്നു. പാതിരാത്രിയിൽ അറ്റാക്ക് വന്നു. ICUവിൽ അഡ്മിറ്റ് ചെയ്തു. ICUവിലെ ബെഡിലിരിക്കുമ്പോൾ അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2013 അപ്പോൾ ICUവിലെ ബെഡിലിങ്ങനെ എനിക്ക് ഉച്ചയ്ക്ക് കഞ്ഞി തന്നു. ഞാനത് കുടിക്കാൻ എഴുന്നേറ്റിരിക്കുകയാണ്. ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു, ഏതാണ്ട് പോയി എന്നുള്ള ബോധ്യം വന്നു. വലിയ രക്ഷയൊന്നുമില്ലെന്ന്. അപ്പം ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഗ്രഹകാര്യമൊന്നും ക്രമപ്പെടുത്തിയിട്ടില്ല, ഒരവസരം കിട്ടിയാൽ നല്ലതാണെന്ന്. ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഗതി എല്ലാം പോയി. ഒരാഘാതം കൂടെ ആ സമയത്ത് ആ ബെഡിൽ വെച്ചുണ്ടായി. ഞാൻ കണ്ണു തുറന്നപ്പോൾ ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ എൻ്റെ ചുറ്റും നിന്ന് എൻ്റെ നെഞ്ചത്ത് ഇടിക്കുന്നു, കയ്യേൽ തിരുമുന്നു. ബോധം വന്നപ്പോൾ എന്നെ ഇട്ട് വല്ലാണ്ട് എന്തൊക്കെയോ ഉപദ്രവിക്കുന്നു. അല്ല, ഞാൻ വിചാരിച്ചു അതിന് തക്കവണ്ണം ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. കർത്താവ് അന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. പിന്നെ ഇന്ന് വരെ ഒരു കുഴപ്പമുണ്ടായില്ല. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. വിശ്വാസമുള്ള ദൈവമക്കൾ ചേർന്നൊരു സ്തോത്രം പറഞ്ഞ്, ഒന്ന് കരങ്ങൾ ഉയർന്നൊരു സ്തോത്രം പറഞ്ഞ്, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കർത്താവിൻ്റെ കൈ കുറയിട്ടില്ല. എൻ്റെ സമയം വളരെ പരിമിതമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഉച്ചത്തിൽ വായിച്ചാൽ നന്നാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കും. ഫിലദൽഫിയ സഭയുടെ ദൂതനെ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ.
നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. 11-ാം വാക്യം, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഒരു സ്തോത്രം പറയാമോ? അത്യാവശ്യം തോത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വേദഭാഗത്തിൽ എല്ലാവരും മലയാളം അറിയാവുന്നവരാണല്ലോ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യാഖ്യാനം കൂടാതെ ഗ്രഹിപ്പാൻ കഴിവുള്ള ആളുകളാണ്. ഇന്ന് പകൽ കർത്താവ് നിങ്ങളോട് നേരിട്ട് ഈ വചനത്തിൽ കൂടെ സംസാരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ ഒന്ന് കരങ്ങളടിച്ചൊരു സ്തോത്രം പറഞ്ഞ് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുകയും ഒന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം ചെയ്തേ. നമുക്കൊരു കിരീടമുണ്ട്, നമുക്കൊരു അവകാശമുണ്ട്. അതെടുക്കാൻ ലോകത്തിലാർക്കും കഴിയില്ല. അത് നിലനിർത്തണമോ വിട്ടുകൊടുക്കണമോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ മുറുകെ പിടിച്ചാൽ അതെടുത്തു മാറ്റാൻ ആർക്കും കഴിയില്ല. വിശ്വസിക്കുന്നോ? എന്നാ പിന്നെ ഒരു സ്തോത്രം പറഞ്ഞ് നിങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വന്ന പെന്തിക്കോസുകാരല്ലേ? നമുക്കുള്ളത് എടുക്കാൻ നാം അനുവദിക്കാതെ ആർക്കും സാധ്യമല്ല. ചരിത്രത്തിൽ ദാവീദ് മറ്റൊരുത്തൻ്റെ കിരീടമെടുത്ത് സ്വന്തം തലയിൽ വെച്ചിട്ടുണ്ട്. രബ്ബയിലെ രാജാവിൻ്റെ പടവെട്ടി അവനെ കീഴ്പ്പെടുത്തി അവൻ്റെ തലയിലിരുന്ന കിരീടമെടുത്ത് സ്വന്തം തലയിൽ വെച്ചു. ഇത് ദൈവസഭയ്ക്കകത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിൻ്റേത് ആരും എടുക്കാതെ നീ സൂക്ഷിച്ചോണം. വിട്ടുകൊടുക്കണോ വേണ്ടായോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. കർത്താവിൻ്റെ അടുക്കൽ വന്നു പ്രസക്തമായ 3 പരീക്ഷകൾ. 3ഉം കർത്താവ് വിട്ടുകൊടുത്തില്ല. ഒടുവിൽ പരീക്ഷിക്കാൻ വന്ന പിശാച് അവനെ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നമ്മെ കീഴ്പ്പെടുത്താൻ, നമ്മെ പരാജയപ്പെടുത്താൻ, നമ്മുടേത് കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ നമ്മൾ ആത്മാവിൽ ജയമെടുക്കണം, പ്രാർത്ഥനയാൽ ജയമെടുക്കണം, വചനത്താൽ ജയിക്കണം, പരിശുദ്ധാത്മാവിൽ ജയിക്കണം. വിട്ടുകൊടുക്കരുത്. സന്ദർഭോചിതമായിട്ടൊരു കാര്യം പറയാം. ഈ നാട്ടിലുള്ള വാട്സാപ്പ് നമ്പറുകളിലാണ് വിളിക്കുന്നത്. ഒരു പുതിയ പാസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്, പാസ്റ്റർ പാട്രിക് വിളിക്കും. വളരെ സൗഹൃദമായി സംസാരിക്കും. അവസാനം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കൊണ്ടുപോകും, കാശ് മുഴുവൻ അടിച്ചു മാറ്റും. ഇതാ പരിപാടി. ഗുഡ് ന്യൂസുകാർ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യമോ നിർഭാഗ്യമോ, ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരേണ്ട രാത്രി 1 മണിക്ക് എനിക്കൊരു കോള് വന്നു, വാട്സാപ്പ് കോള്. ഉറക്കപ്പിച്ചാണ്. ഞാനപ്പോൾ രാവിലെ ഏബ്രഹാം പാസ്റ്റർ എന്നെ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഏബ്രഹാം പാസ്റ്റർ ആയിരിക്കും, നേരം പോയി കാണും, ഞാൻ ഉറങ്ങിപ്പോയതായിരിക്കും. നേരെ ചാടി ഫോൺ എടുത്തു. അപ്പോൾ പാസ്റ്റർ അങ്ങ് വളരെ കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുക. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഉറക്കം എൻ്റെ മൂർധന്യ അവസാനം. രാത്രി 1 മണിക്ക് നിങ്ങൾ ഉറങ്ങാൻ നല്ല ഉറക്കമല്ലേ? സംഗതി എന്തോ അപകടമെന്ന് മനസ്സിലായി. ഇത് നമ്മൾ ഉദ്ദേശിച്ച ആളല്ലെന്ന് മനസ്സിലായി. കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചു. അപ്പം ഞാൻ പ്രൊഫൈൽ പിക്ചറും പേരും നോക്കി. പാസ്റ്റർ പാട്രിക്കാണ്. പെട്ടെന്ന് ഗുഡ് ന്യൂസിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. ആ പാസ്റ്റർ നിങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ നന്മ അടിച്ചു മാറ്റാൻ, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം അടിച്ചു മാറ്റാനുള്ള കൗശലമാണ്. ഉറക്കപ്പിച്ചോടെ നിങ്ങളെ വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കും. സൂക്ഷിച്ചോണം കേട്ടോ. കരുതലോടെ ഇരിക്കണം, ബുദ്ധിയോടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിൽ നമ്മൾ കാവൽ ചെയ്ത് കരുതലുള്ളവരായി സൂക്ഷ്മതയോടെ ഇരുന്നാൽ ഒരു ശത്രുവിനും ഒന്നും കവരാൻ സാധ്യമല്ല. അത് പറഞ്ഞെന്നേ ഉള്ളൂ. നിന്റെ കിരീടം നിനക്കുള്ളതാണ്, അത് വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. നീ അത് സൂക്ഷിക്കണം. സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്.
നമുക്ക് അവകാശമുണ്ട്, വാഗ്ദത്തമുണ്ട്. ദൈവം നമുക്ക് ചിലത് ഉറപ്പായി തന്നിട്ടുണ്ട്. ഇത് വേണോ വേണ്ടായോ എന്ന് വയ്ക്കാനുള്ള അവകാശം എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമാണ്. ആ ഭാഗം ഞാൻ വിടുകയാണ്. ഇവിടെ ഫിലദൽഫിയയിലെ സഭ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 7 സഭകളെ കാണുന്നുണ്ട്. എഫെസോസ് മുതൽ ഇങ്ങോട്ട് ഈ 7 സഭകളോടുള്ള ദൈവത്തിൻ്റെ ദൂതൻ്റെ സംഗ്രഹം ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഈ 7 സഭകളിൽ വളരെ പ്രധാനപ്പെട്ടൊരു സഭയാണ് ഫിലദൽഫിയ സഭ. ഫിലദൽഫിയ സഭയുടെ പ്രത്യേകത, അവർ ഒരുപാട് പരീക്ഷണങ്ങൾ തരണം ചെയ്തവരാണ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തു, നീ വചനം കാത്തു, അതുകൊണ്ട് ഞാനും നിന്നെ കാക്കും. നിങ്ങളെ ദൈവം കാക്കും. ഒരു ശത്രുവും നിങ്ങളുടേത് കവരുകയില്ല. ദൈവം നിങ്ങളെ സൂക്ഷിക്കും. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ വചനം കാക്കണം. എൻ്റെ വചനം നീ കാത്തു, അതുകൊണ്ട് ഞാനും നിന്നെ കാക്കും. ഭൂതലത്തിൽ എങ്ങും വരാനിരിക്കുന്ന പരീക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ കാക്കും. നമുക്കറിയാമല്ലോ, 2020 ലോകം മുഴുവനും വലിയ പരീക്ഷയിലൂടെ കടന്നുപോയി. നമ്മളെക്കാൾ കരുത്തരായി എത്രയോ ആളുകൾ പോയി, ചെറുപ്പക്കാരായി എത്രയോ ആളുകൾ പോയി, ആരോഗ്യമുള്ള ആളുകൾ എത്ര പോയി, സമ്പന്നരായ ആളുകൾ എത്രയോ പേര് പോയി. പക്ഷേ ദൈവം നമ്മെ കാത്തു. ജീവനുള്ളവരുടെ ദേശത്ത് ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വർണ്ണിക്കാൻ ഇന്നും കർത്താവ് എന്നെ നിലനിർത്തിയിരിക്കുന്നു. ദൈവം എനിക്ക് അവസരം തന്നിരിക്കുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ അതരം തുറന്ന് സന്തോഷത്തോടെ കർത്താവിനൊരു സ്തോത്രം പറയൂ. ആ ദൈവം ഇനിയും നമ്മെ കാക്കുവാൻ ശക്തനാണ്. നിങ്ങൾക്ക് ശക്തി കുറവാ. ശക്തി ഈ അമേരിക്കയിലാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, വലിയ ശക്തിയൊന്നുമില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ന്യൂയോർക്ക് പട്ടണം. ഒരു കാലത്ത് വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ പണിയപ്പെട്ട ഈ രാജ്യം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദ മതക്കാരും മറ്റും പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ അരാജകത്വത്തിലേക്ക് രാജ്യത്തെ വലിച്ചിഴച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വചനം കാത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹമായി നിലകൊള്ളുവാൻ നമുക്ക് കഴിയട്ടെ. പിടിച്ചു നിൽക്കാൻ പ്രയാസമാ, വല്ലാത്ത ലോകമാ. വഞ്ചകന്മാരുടെയും ചതിയന്മാരുടെയും വശീകരണ ശക്തികളുടെയും ഒക്കെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം, അതിൻ്റെ മോഹം, ജഡമോഹം, കൺമോഹം, ഇതൊക്കെ നമ്മളെ പിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല പല പാപത്തിൻ്റെ ചിന്തകൾ നമ്മെ പുറകോട്ട് വലിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കർത്താവിൽ ബലപ്പെടണം, ആത്മാവിൽ ബലപ്പെടണം. ഇവിടുത്തെ യുവതി യുവാക്കൾ ദൈവകൃപയിൽ നിലനിൽക്കട്ടെ. അല്പമേ ശക്തിയുള്ളൂ. നമ്മുടെ പിള്ളേരൊക്കെ പരീക്ഷിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ ദൈവസഭകൾ വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നത്. പണ്ടത്തെ ഉണർവിൻ്റെ കരുത്തൊക്കെ പോയി. സഭകൾ പലതും ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. സഭാഹാളുകൾ എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും സംഭവിക്കുന്നത് പോലെ കുറേ കൂടെ കഴിയുമ്പോൾ ലേലത്തിന് വെക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കാൻ കൂടി വരാൻ ചെറിയൊരു ഇടമില്ലാതെ കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. മറുഭാഗത്ത് പള്ളികൾ ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. പെന്തിക്കോസ്ത് ആരാധനാലയങ്ങളിൽ യുവജനങ്ങളും മറ്റും കുറഞ്ഞു വരികയാണ്. ഉള്ളതിനെ തന്നെ അനേകർ ഈ ലോകത്തെ സ്നേഹിച്ചില്ല. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എവിടെ പോയി? അയ്യോ, ന്യൂയോർക്കിലുള്ളവർക്ക് ദൈവവചനം അറിയത്തില്ലേ? അതേ പോയതുപോലെ പൊക്കോണ്ടിരിക്കുക. നിങ്ങൾ പുസ്തകം വായിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങളുടെ പുറകെ പോവുകയാണ്. വിശ്വാസം വിട്ടുപോവുകയാണ്. സഭകളിൽ സജീവമായിരുന്ന അത്യുത്സാഹികളായ, നല്ല താലന്തുണ്ട് എന്ന് നാം വിചാരിച്ച
കൃപാവരങ്ങളുള്ള നാം വിചാരിച്ച പല യുവജനങ്ങളും കൈവിട്ടുപോയി. ലവ് ജിഹാദ് വലിയൊരു ദുരന്തമാണ്. നാർക്കോട്ടിക് ജിഹാദ് നമ്മുടെ നാട്ടിൽ വലിയ ദുരന്തമാണ്. ഇങ്ങനെ ദൈവജനത്തെ, അവരുടെ തലമുറകളെ വശീകരിച്ച് കെണിയിൽപ്പെടുത്തി വഞ്ചിച്ച് തകർത്ത് കളയുന്ന വല്ലാത്ത പൈശാചിക തന്ത്രങ്ങൾ, ഭീകരതന്ത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ മാതൃരാജ്യത്തുണ്ട്. അത് ഈ രാജ്യത്തും അത്ര കുറവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ തലമുറകൾ ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരെ ബോധവൽക്കരിക്കുവാൻ, അവരെ ദൈവത്തിൻ്റെ വചനത്തിൽ സമ്പന്നരാക്കുവാൻ, ദൈവവചനത്തിൽ അവരെ അടിയുറച്ചു നിൽക്കാൻ പ്രാപ്തരാക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. പക്ഷേ 10:45 ഓക്കെ, എനിക്കിനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഒക്കെ നാട്ടിൽ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി കർത്താവ് വഴി തുറന്ന് നിങ്ങൾ ഇവിടെ വന്നതാ. നിങ്ങൾ വിളിച്ച ദൈവം, നിങ്ങൾ സേവിച്ച ദൈവം നിങ്ങളുടെ മക്കളുടെയും ദൈവമാകണം, നിങ്ങളുടെ മക്കളുടെ മക്കളുടെയും ദൈവമാകണം. യെശയ്യാ പ്രവാചകൻ എങ്ങനെയാണ് പറയുന്നത്? എൻ്റെ ഈ വചനം നിന്റെ വായിൽ മാത്രമല്ല, നിന്റെ സന്തതിയുടെ വായിൽ, നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാൾ മുതിർന്നു പോകയില്ല. വചനം നിനക്ക് സമീപേ, നിന്റെ വായിൽ, നിന്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുകയാണ്. അത് വിശ്വസിക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. നീ ബാല്യം മുതൽ പഠിച്ചതും നിശ്ചയം പ്രാപിച്ചതുമായ വചനത്തിൽ നിൽക്ക. 2-3 തലമുറയൊക്കെ വിശ്വാസത്തിലൊക്കെ കാണും. അടുത്ത തലമുറ നിലനിൽക്കണമെങ്കിൽ അടുത്ത തലമുറ അതിനടുത്ത തലമുറയെ പഠിപ്പിച്ച് നിർത്താൻ തയ്യാറാകണം. അപ്പം നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഇപ്പോഴത്തെ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയെ അതിജീവിക്കാനുള്ള കരുത്തൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. പക്ഷെ അതിന് വചനം, നീ എൻ്റെ വചനം കാത്തു, വചനം 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 വചനത്തിൽ നിൽക്കുക, വചനത്തിൽ നിൽക്കുക, വചനത്തിൽ നിൽക്കുക. അതിന് തുല്യം വേറൊന്നുമില്ല. പരിശുദ്ധാത്മാവ്. യോഹന്നാൻ പറയുന്നു, ഈ ബാല്യക്കാരി നിങ്ങൾ ശക്തരാണ്. നമ്മുടെ പിള്ളേർ വലിയ കരുത്തന്മാരാണ്, കഴിവുള്ളവരാണ്. ആരാ കഴിവില്ലാത്ത? പൊട്ടന്മാരും വല്ലതും ഉണ്ടോ ഇവിടെ നിങ്ങളുടെ തലമുറയിൽ? ഒന്നുമില്ല, എല്ലാം നല്ല മിടുമിടുക്കന്മാരാ. പക്ഷെ നിങ്ങളുടെ ആ കരുത്ത് തെളിയിക്കേണ്ടത് ഔദ്യോഗിക രംഗത്ത് മാത്രമല്ല, ഈ രാജ്യത്തെ തൊഴിൽ മേഖലയിലോ സമ്പത്തിലോ മാത്രമല്ല. നിങ്ങൾ നിങ്ങളുടെ കരുത്ത് തെളിയിക്കേണ്ടത്, യോഹന്നാൻ പറയുന്നു, നിങ്ങൾ കരുത്തന്മാരാണ്, ശക്തരാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നതിൽ, നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നതിൽ നിങ്ങളുടെ ശക്തി നിങ്ങൾ തെളിയിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറിയ കാര്യങ്ങളിലൂടെയാണ് വഞ്ചിക്കപ്പെടുന്നത്, ചതിക്കപ്പെടുന്നത്, വശീകരിക്കപ്പെടുന്നത്. ഈ കരുത്ത് കാണിക്കേണ്ടത് അവിടെയാ, അല്ലാതെ വേറെങ്ങുമല്ല. നമ്മുടെ സ്വത്വം, നമ്മുടെ തനി സ്വരൂപം എന്താ? ഈ പാൻറ്റും കോട്ടും ഷർട്ടും ഒന്നും അല്ല, നമ്മുടെ വ്യക്തിത്വമാണ്. അത് ചോദ്യം ചെയ്യുന്ന, അതിനെ നശിപ്പിക്കുന്ന സമീപനം മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുമ്പോൾ, അതിന് നമ്മെ മാടി വിളിക്കുമ്പോൾ, അതിന് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ, അതിന് നമ്മെ നിർബന്ധിക്കുമ്പോൾ നോ പറയാനുള്ള ശക്തിയാണ് വിശ്വാസിക്കുണ്ടാകേണ്ട ശക്തി. സുഹൃത്തെ, അത് ഞാൻ ചെയ്യില്ല, എൻ്റെ മാതാപിതാക്കൾ ബാല്യം മുതൽ എന്നെ അതിനനുവദിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ കഴിയുകയില്ല. ഈ പട്ടണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ധാരാളം എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുണ്ട്. എങ്ങനെയും ജീവിക്കാം, എന്തിനും സാധ്യതയുണ്ട്. പക്ഷെ എന്തിനും സാധ്യതയുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവുകയല്ല. നാം ദൈവത്തിൻ്റെ
മക്കൾ എന്ന ബോധ്യത്തിൽ ജീവിപ്പാൻ ശക്തരാകണം. അങ്ങനെ ദൈവകൃപയിൽ നിലനിന്നാൽ, ദൈവവചനത്തിൽ നിലനിന്നാൽ ഈ തലമുറയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അവസാനം നമുക്ക് കിരീടം അവകാശപ്പെടുത്താൻ കഴിയും. അതാരും നമ്മിൽ നിന്ന് അപഹരിക്കയില്ല. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? എൻ്റെ കൂടെയുള്ളവർ ആ കരങ്ങളെ ഒന്ന് അടിച്ചൊന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയേ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഈ ഭാഗത്തുനിന്ന് അങ്ങ് പറയണം. നിങ്ങൾ ഈ പ്രസംഗശാസ്ത്രമൊന്നും വെച്ച് എൻ്റെ പ്രസംഗം അളക്കാൻ നോക്കരുതേ. എനിക്ക് കിട്ടിയ സമയം കൊണ്ട് നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ദൂതങ്ങ് പറയുന്നതേ ഉള്ളൂ. ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നീ കർത്താവിന് വേണ്ടി നിന്നാൽ, സത്യത്തിനു വേണ്ടി നിന്നാൽ, വചനത്തിനു വേണ്ടി നിന്നാൽ, നിന്റെ വഴി ഇവിടെ കർത്തൃദാസൻ പറഞ്ഞു, അത് ദൈവത്തെ ഭരമേൽപ്പിക്കുക. അദ്ദേഹം പാടിയല്ലോ, ദൈവത്തെ ഭരമേൽപ്പിക്കുക, അവനത് നേരെയാക്കും. വിശ്വാസമുള്ള എത്ര പേരുണ്ട്? സ്വർഗത്തിലെ ദൈവം നമുക്കും നമ്മുടെ തലമുറയ്ക്കും വേണ്ടി വഴി നിരപ്പാക്കി തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ കരങ്ങൾ അടിച്ച് അല്പസമയം സ്തോത്രം ചെയ്ത് എങ്ങനെ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിനൊന്ന് സ്തുതി പറയാമോ? വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. അസാധ്യമെന്ന് കരുതി നിങ്ങൾ പകച്ചു നിൽക്കുന്ന സ്ഥാനത്ത് പൊതുവഴികൾ തുറക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ തീരത്ത് വന്നു. അവർക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല. മുൻപിൽ ചെങ്കടൽ, ഇരുവശങ്ങളിലും പർവ്വതം, പിന്നിൽ ഫറവോന്യ സൈന്യം. പകച്ചു നിൽക്കുന്ന മോശയോട് പറഞ്ഞു, നിന്റെ വടിയെടുത്ത് നീട്ട്. വിശ്വാസത്താൽ മോശ വടി നീട്ടി, ചെങ്കടൽ വഴി തുറന്നു. ചെങ്കടലിൽ ഉണങ്ങിയ നിലത്തുകൂടെ ഈ ജനം മറുകരയിൽ പോയെങ്കിൽ ഈ രാജ്യത്ത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് വിശ്വസിക്കൂ. വിശ്വാസത്തിന്റെ ചെങ്കോൽ നീട്ടു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ദൂതാ പറയുന്നത്. അമേരിക്കയിലായതുകൊണ്ടെല്ലാം അങ്ങ് സാധിച്ചു എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ചില പ്രതിസന്ധികളുണ്ട്, നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ദൈവകൃപയിൽ നിന്ന് പ്രാർത്ഥിക്കാമോ, വിശ്വസിക്കാമോ? സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. അവൻ്റെ ദാസന്മാരായ നാം എഴുന്നേൽക്കും. നമുക്ക് ചിലത് ചെയ്യാൻ കഴിയും. ഉറപ്പുണ്ടെങ്കിൽ കരങ്ങളടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത്, എൻ്റെ ദൈവം കാര്യം സാധിപ്പിക്കും, എൻ്റെ ദൈവം കാര്യം സാധിപ്പിക്കും. ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നു? (2003) ഞാൻ പെരുമ്പട്ടി സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് ഏറ്റവും ദരിദ്രമായ ഒരു കുടുംബത്തിലാണ്. അവൻ സൗദി അറേബ്യയിൽ ഒരു അറബിയുടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കുകയാണ്. തുച്ഛമായ ശമ്പളം കിട്ടും. നാട്ടിൽ ഒരു സാധ്യതയില്ല. വളരെ ദുർബലമായ ഒരു പശ്ചാത്തലമാണ് അവൻ്റേത്. ഒരു പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അവൻ്റെ വീട്ടിൽ അവൻ തിരിച്ചു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വെളിപ്പാട് തന്നു. ഞാൻ പറഞ്ഞു, ബ്രദർ, ദൈവം നിൻ്റെ സ്ഥിതി മാറ്റും. ദൈവം നിൻ്റെ സ്ഥിതി മാറ്റും. ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള, ഈ ഇടവഴിയിലുള്ള ഈ ചെറിയ വീട് മാറ്റി നിനക്കൊരു നല്ല വീടുണ്ടാകും. നിനക്ക് വഴിയരികിൽ ദൈവം ഒരവസരം ഒരുക്കിത്തരും. വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ അവനിങ്ങനെ ഉള്ളിൽ ചിരിച്ചു. ഉപദേശിമാരൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുള്ളതാ. ഉപദേശിമാരിങ്ങനെ പലതും പറയാറുള്ളതാ. അതിനുള്ള സാധ്യതയൊന്നും എനിക്കില്ല. റോഡ് സൈഡിൽ 10 സെൻറ്റ് സ്ഥലം മേടിച്ചൊരു വീട് വെക്കണമെങ്കിൽ അതിനുള്ള ശേഷിയൊന്നും എൻ്റെ ഇപ്പോഴത്തെ ജോലി കൊണ്ട് ഇല്ല.
ഞാൻ പറഞ്ഞു, നീ വിശ്വസിക്കും, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ യാത്രയിൽ ദൈവം അവൻ്റെ സ്ഥിതി മാറ്റി. തിരിച്ചു ചെന്നപ്പോൾ അവൻ്റെ യജമാനൻ ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങിയ ഒരു കമ്പനി അവിടേക്ക് വണ്ടി ഓടിച്ച് ഇവൻ കൂട്ടത്തിൽ ചെന്നപ്പോൾ ചോദിച്ചു, താൻ എന്തിനാ മുതലാളി ഇത് നിർത്തുന്നത്, എന്തിനാ പൂട്ടിക്കെട്ടുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ നീ അങ്ങ് ഏറ്റെടുത്ത് നടത്തിക്കോളാം. മനസ്സിലായോ? നീ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാൻ ആ കമ്പനി അവന് വിട്ടുകൊടുത്തു. അവനത് ഏറ്റെടുത്തു. ആ ആണ്ട് പൂർത്തിയാകുന്നതിന് മുൻപേ അവൻ്റെ അമ്മ നാട്ടിൽ സ്ഥലം മേടിക്കാൻ തുടങ്ങി. അവൻ വലിയ കോടീശ്വരനായി മാറി. ചില വർഷങ്ങൾക്കുള്ളിൽ അവൻ ആ ജംഗ്ഷനിൽ ഏറ്റവും നല്ല ഒരു പ്ലോട്ട് വാങ്ങി 2008 1 കോടിക്ക് മുകളിൽ വില വരുന്ന ഒരു വീട് വെച്ചു. അവൻ പള്ളിയിൽ വന്ന് പറഞ്ഞു, ദൈവാത്മാവിൽ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ ദൈവം സകലതും സാധ്യമാക്കുന്ന ദൈവമാണെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇന്ന് പകൽ ഈ ആരാധനാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ചിലർക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിയുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി പിടിച്ച് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിനെ പകരട്ടെ, തന്റെ അത്യന്ത ശക്തി പകരട്ടെ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ തുറക്കട്ടെ. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചില വഴികൾ തുറക്കട്ടെ. ദൈവം അത് സാധ്യമാക്കുമെന്ന് വിശ്വസിക്കൂ. ഇടം വലം നോക്കാതെ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് കർത്താവിൽ വിശ്വസിച്ച്, എന്റെ ദൈവം വലിയവൻ, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് ഉച്ചത്തിലൊന്ന് സ്തോത്രം ചെയ്ത് കർത്താവിനെ ആരാധിച്ച് ആ കരങ്ങളടിച്ച് ഇന്ന് പകൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഇരുമ്പാടാമ്പലുകളെ തകർത്ത് താമ്രവാതിലുകളെ തുറന്ന് നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കാൻ കഴിയുന്ന, ഉറവകളെ തുറക്കാൻ കഴിയുന്ന, ലേഹിയിൽ കുഴി പിളരുമാറാക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്നു പകൽ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് സ്തോത്രം ചെയ്യാം. താങ്ക് യു.